നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു, സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ കമൻസ് എല്ലാം വായിച്ചപ്പോൾ അതിൽ അധിക പേർക്കും അറിയാനുള്ള കാര്യം മുടി വളരാനുള്ള ടിപ്സിനെ കുറിച്ചാണ്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നതും മുടി വളരും എന്ന് എനിക്ക് ഉറപ്പുള്ളതുമായ ഒരു എണ്ണയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്, ഒനിയൻ ഹെയർ ഓയിൽ. ഒനിയൻ ഓയിലിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയുമായിരിക്കും. പലരും പല രീതിയിൽ ഒനിയൻ ഓയിൽ ഉണ്ടാക്കി ഉപയോഗിക്കുന്നവരായിരിക്കും. ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഒന്നുകൂടെ കൂടിക്കിട്ടും. മുടി നന്നായി വളരാനുള്ള ഒരു ഓയിലാണ് ഒനിയൻ ഹെയർ ഓയിൽ. ഇതിനായി നമ്മൾ 2 സവോളയാണ് എടുക്കുന്നത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. സവോളയിൽ സൾഫർ നന്നായി അടങ്ങിയിട്ടുണ്ട്. മുടി വളരാനും മുടി കൊഴിച്ചിൽ തടയാനും ഈ സൾഫർ സഹായിക്കുന്നു. മുടി നരയ്ക്കുന്നത് തടയാനും ഈ ഓയിൽ വളരെ ഉത്തമമാണ്. അടുത്തത് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് ഗാർലിക്. ഞാൻ ഇവിടെ 20 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിക്ക് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. ഇതിൽ സെലീനിയം അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ പൊല്യൂഷൻ കാരണം നമ്മുടെ മുടി വളരെയധികം നാശമായി പോകുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മൾ തലയിൽ ഉപയോഗിക്കുന്ന ഷാമ്പു പോലുള്ള വസ്തുക്കളിൽ ധാരാളം കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. ഇത് മുടി കൊഴിച്ചിലിന് കാരണമാകുന്നുണ്ട്. ഇതിനൊക്കെ ഒരു പ്രതിവിധിയാണ് നമ്മുടെ ഗാർലിക്. നമ്മുടെ സ്കാൽപ്പ് നന്നായി വൃത്തിയായിരിക്കാൻ ഗാർലിക് സഹായിക്കുന്നു. ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാൻ ഈ കറിവേപ്പില വളരെ നല്ലതാണ്. സവോള അരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഇതിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇത് അരയ്ക്കാൻ നമ്മൾ ഒരിക്കലും വെള്ളം ചേർക്കരുത്. അതിന് പകരം ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് ഇത് അരച്ചെടുക്കാം. ഒനിയൻ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ്. ഏത് എണ്ണ കാച്ചാനും ഇരുമ്പ് ചീനിച്ചട്ടിയാണ് നല്ലത്. ഇല്ലാത്തവർക്ക് അടികട്ടിയുള്ള ചീനിച്ചട്ടികളും എടുക്കാം. 1 കപ്പ് എണ്ണയാണ് ഞാനിവിടെ കാച്ചുന്നത്. ഇത് വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. ചീനിച്ചട്ടിയിലേക്ക് 1/2 കപ്പോളം വെളിച്ചെണ്ണ ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം എള്ളെണ്ണ അഥവാ നല്ലെണ്ണ ചേർത്ത് കൊടുക്കണം. എപ്പോഴും വെളിച്ചെണ്ണയിൽ എണ്ണ കാച്ചുമ്പോൾ എള്ളെണ്ണ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒനിയൻ പേസ്റ്റ് ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ചെറിയ തീയിൽ നമുക്കിത് കാച്ചിയെടുക്കാം. ഇത് ഒന്ന് നന്നായി ഇളക്കിയെടുക്കണം. ഇനി ഇതൊന്ന് ചൂടായി വന്നാൽ നമ്മൾ ബാക്കിയുള്ള എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചെറുപ്പത്തിൽ എൻ്റെ അമ്മയാണ് എനിക്കും എൻ്റെ അനുജത്തിക്ക് എണ്ണ കാച്ചി തന്നിരുന്നത്. അതിലെ പ്രധാന ഘടകം ഈ ചെറിയ ഉള്ളിയായിരുന്നു. നമ്മൾ ഒഴിച്ച ഓയിലെല്ലാം ഈ ഒനിയൻ പേസ്റ്റിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ ഈ എണ്ണ മെല്ലെ തെളിഞ്ഞു വരുന്നതായി കാണാം. ഇതാ ഇപ്പോൾ എണ്ണ മെല്ലെ മെല്ലെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ തന്നെ കാച്ചിയ എണ്ണയുടെ സ്മെല്ല് നന്നായി വരുന്നുണ്ട്. എനിക്ക് കാച്ചിയ എണ്ണയുടെ സ്മെല്ല് വളരെ ഇഷ്ടമാണ്. മണം മാത്രമല്ല കേട്ടോ, ഗുണവുമുള്ള ഒരു ഓയിലാണിത്. എണ്ണയിൽ കാണുന്ന ഈ പേസ്റ്റിന് ഞങ്ങൾ പറയുന്നത് കക്കൻ എന്നാണ്. കറക്റ്റ് പാകത്തിന് തീ ഓഫ് ആക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ എണ്ണ കക്കൻ കുടിച്ചു പോകും. പിന്നെ ആ എണ്ണ നമുക്ക് കിട്ടില്ല. പാകത്തിന് മുമ്പ് എടുത്താലും എണ്ണ വേഗം നാശമായി പോകും. കക്കൻ ബ്രൗൺ കളർ ആകുന്നതാണ് കറക്റ്റ് പാകം. പാകം മനസ്സിലാക്കാൻ ഒരു ടിപ്പ് കൂടിയുണ്ട്. കക്കൻ കുറച്ച് കയ്യിലെടുത്ത് വിരൽ കൊണ്ട് അതിനെ ഒന്നിങ്ങനെ അമർത്തി നോക്കണം. അപ്പോൾ അത് തരിതരി പോലെ തോന്നിയാൽ
അത് പാകമായി എന്നർത്ഥം. അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. ഇത് ഇപ്പൊ പാകമായിട്ടുണ്ട്. ഒരു ഇരുമ്പ് അരിപ്പ എടുത്ത് ഈ ഓയിൽ നമുക്ക് അരിച്ചെടുക്കാം. എന്നാൽ മാത്രമേ മുഴുവൻ എണ്ണയും നമുക്ക് കിട്ടുകയുള്ളൂ. തണുത്തു പോയാൽ എണ്ണ കക്കനിൽ പിടിച്ചു പോകും. ഇത് ഞാൻ ചൂടോടെ അരിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ എണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കി എത്ര നാളെ വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. മുടി വളരാനുള്ള ഏറ്റവും ബെസ്റ്റ് എണ്ണയാണിത്. പുതിയ ബ്യൂട്ടി ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എൻ്റെ ചാനൽ പുതുതായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കറിയാവുന്ന ചില ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.